ഗൈസ്, വെൽക്കം ബാക്ക് ടു സഗഡമ വ്ളോഗ്സ്. സഗഡമ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ മാവേലി സ്റ്റോറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ 2410 രൂപയ്ക്കകത്ത് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു ബഡ്ജറ്റഡ് പർച്ചേസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. സബ്സിഡി ഉള്ളതും ഇല്ലാത്തതും ഒക്കെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. കൂടാതെ നിങ്ങളും ഇങ്ങനെയാണോ വാങ്ങുന്നത്? നിങ്ങളും സപ്ലൈകോയിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പം നിങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങാറുണ്ടോ? ഇത് കൂടുതൽ വാങ്ങാറുണ്ടോ? നിങ്ങളുടെ അവിടെ വേറെ എന്തെങ്കിലും ഐറ്റം അവൈലബിൾ ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ചിലതൊന്നും കിട്ടിയില്ല. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, ഇതുണ്ടോ? ഞാൻ നിങ്ങളെ സപ്ലൈകോയിൽ പോയി മേടിച്ച സാധനങ്ങളെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു നോക്കുവാണേ. കാണിക്കാൻ എടുത്തപ്പോ തന്നെ വേണ്ടേ, ഇവിടെ എടുത്തോണ്ട് പോകാൻ ആള് വന്നു. നല്ലെണ്ണയും കൊണ്ട് പോവാ. കൊണ്ടുപോയിട്ടുണ്ടാ നല്ലെണ്ണയും കൊണ്ട്. ഒരു കുപ്പി നല്ലെണ്ണ മേടിച്ചു, അതുകൊണ്ട് ആള് പോയേ. പിന്നെ നമ്മൾ മേടിച്ചത് 2 കിലോ വെളിച്ചെണ്ണ. ശബരിയുടെ വെളിച്ചെണ്ണ 2 കിലോ 259 അങ്ങനെ 249 അങ്ങനെ എങ്ങാണ്ട് ആ 2 കിലോ വെളിച്ചെണ്ണ, ഒരു മീറ്റ് മസാല, ഒരു ചിക്കൻ മസാല, പിന്നെ 1 കിലോ മറ്റേ നമ്മുടെ സാമ്പാർ പരിപ്പ് 1 കിലോ, എല്ലാം 1 കിലോ വീതം കിട്ടി കേട്ടോ. പിന്നെ ഒരു മാഗി മേടിച്ചു. പഞ്ചസാര വേണ്ടേ, 2 കിലോ പഞ്ചസാര ഉണ്ട്. ഞാൻ പറഞ്ഞ അനിയത്തിയുടെ കാർഡ് ഉണ്ടായിരുന്നു, അതേന്ന് 1 കിലോ, ഞങ്ങളുടെ 1 കിലോ, അങ്ങനെ 2 കിലോ പഞ്ചസാര. പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ്, കടുക് 1/4 കിലോ, ചെറുപയർ 1 കിലോ, പിന്നെ വെള്ളക്കടല അത് 1 കിലോ. 1 കിലോ വീതം കിട്ടിയല്ല, നേരത്തെ 1/4 കിലോ കിട്ടിക്കൊണ്ടിരുന്നത്. വൻപയർ, നല്ല വൻപയറാന്ന് തോന്നുന്നു, കണ്ടിട്ട് പണ്ടത്തെ പോലത്തെ ചുമപ്പ് കളറൊന്നുമില്ല, നല്ല കളറുണ്ട്, നല്ല വൻപയർ, അത് 1 കിലോ കിട്ടി. പിന്നെ ഇത് നമ്മുടെ പരിപ്പോടെ ഉണ്ടാക്കുന്ന പരിപ്പ്. ഞാൻ പരിപ്പ് ഒന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ ഒരു 2 കൂട്ടം പരിപ്പ്. ഇത് വേണമെന്ന് ചോദിച്ചു, ഞാൻ വെക്കുകയും ചെയ്തു. അത് ചെറിയ പരിപ്പാന്ന് തോന്നുന്നല്ലേ? വലിയ പരിപ്പ്, ഇത് ചെറിയ ഇതാണോ? 2 പരിപ്പൂടെ കാണിച്ച് കണ്ടോ? ഇത് ചെറിയ പരിപ്പ്, ഇത് സാമ്പാർ പരിപ്പും. ഇത് നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാൻ. ഇപ്പം കടയിൽ മേടിക്കേണ്ടത് ഒരു പിടി വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനും ഇതെടുക്കായിരിക്കും. നമ്മള് ഇച്ചിരി വലുതാ, നല്ലോളൂ. അങ്ങനെ പരിപ്പ് 2 കൂട്ടം കൊണ്ട് മേടിച്ചു. പിന്നെ കടല അത് 1 കിലോ കിട്ടി. എല്ലാം 1 കിലോ വീതം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ 1/2 കിലോ. ഞങ്ങൾ ഇവിടെ പോയി എല്ലാവരും പോയി സാധനം മേടിച്ചപ്പോൾ ഞങ്ങൾ 1/2 കിലോ വീതമായിരുന്നു മേടിച്ചത്. എന്നിട്ട് നമുക്ക് ഏകദേശം 3000 അങ്ങനെ 4000. പിന്നെ ഉഴുന്ന് 1 കിലോ തേണ്ട, ഇത് ഇത്രോ. പിന്നെ അരി തേണ്ട, നല്ല വെള്ളയരി കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, 8 കിലോ അരി കിട്ടിയിട്ടുണ്ട്. 2 കാർഡേന്ന് കൂടെ 8 കിലോ കിട്ടുന്നത്. ഒരു കാർഡിന് കിട്ടുള്ളൂ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 15-ാം തീയതി കഴിയുമ്പോ വീണ്ടും 4 കിലോടെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാർഡിന് ഒരു മാസം 8 കിലോ അരി ഉള്ളതെന്ന് പറഞ്ഞു. 2 കാർഡിന്റെ ഞങ്ങൾ അങ്ങ് മേടിച്ചു. ഞങ്ങളും അനീത്തിയുടെ കൂടെ കാർഡ് എടുത്ത് 2 കാർഡിന്റെ കൂടെ 8 കിലോ മേടിച്ചു. പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ കഴിക്കാനായിട്ട് 3 കിലോ മേടിക്കുമ്പോ 2 കിലോ ഫ്രീ. 3 ലിറ്റർ മേടിക്കുമ്പോ 2 ലിറ്റർ ഫ്രീ, മൊത്തം അങ്ങനെ 5 ലിറ്റർ. ഇതിൽ MRP എഴുതിയേക്കുന്നത് 400 അങ്ങാണ്ട അല്ലെ? 350 അങ്ങാണ്ടാണ്. അത്രയും കിട്ടി. അത്രയും വില ആയുള്ളൂ 5 ലിറ്ററിന്. അത് മേടിച്ചു. സോപ്പ് പൊടിയെക്കാട്ടും നല്ല ഇത്. ഞങ്ങൾ ആദ്യം ഇതായിരുന്നു മേടിച്ചോണ്ടിരുന്നത്, അത് മേടിച്ചു. പിന്നെ തന്നെ മുളക്, വറ്റലുമുളക്. അയ്യോ, വറ്റലുമുളകിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനായിരുന്നു അമ്മ എരിവ് ഉണ്ടായിരുന്നേ? അല്ലല്ലേ? റിലയൻസിലേനായിരുന്നു. അതാ ഉച്ചയ്ക്ക് എടുത്ത് നല്ല എരിവായിരുന്നു. അത് മുളക് പൊടിച്ച ഉച്ചക്കത്തെ വീഡിയോക്കകത്ത് കണ്ടില്ലേ മുളക് സംബന്ധിച്ച്? അത് റിലയൻസിൽ നിന്ന് മേടിച്ച മുളക് എന്തോ എരിവായിരുന്നു പറയും. ഇത് അവിടെ സാധാ മുളക്, പിരിയമുളകല്ല. പിരിയമുളക് ഉണ്ടെന്ന് പറയും. പക്ഷെ ഇന്നാളൊരു ഞങ്ങളുടെ അമ്മായിയൊക്കെ പിരിയമുളക് മേടിച്ചപ്പം പൊടിപ്പിച്ചിട്ട് അമ്മായി പറഞ്ഞ കുഞ്ഞെ ഭയങ്കര എരിവാടി എന്ന് പറയും പിരിയമുളക്. കാരണം ഇത് ഒരു കാർഡിന് 1 കിലോ ആയിരുന്നു. 2 കാർഡിനെ കൊണ്ട് 2 കിലോ മേടിച്ചു. വെയിലുണ്ടെങ്കിൽ ഞാൻ വെയിലുണ്ടായാൽ മതിയായിരുന്നു. വെയിലുണ്ടെങ്കിൽ അത് നാളെ 2 ദിവസം കൊണ്ട് ഉണങ്ങിയാൽ അത് പൊടിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഈ 2 കിലോ പൊടിപ്പിച്ചാൽ ഞങ്ങൾക്ക് കുറെ നാളത്തേനുണ്ട്. ഇവിടെ മീൻകറി അറിയാമല്ലോ നിങ്ങൾക്ക്, എന്റെ മീൻകറി വെപ്പ്. മീൻകറിക്ക് വെച്ചാൽ ഞാൻ മല്ലി ചേർക്കാതെ വെക്കുന്നുണ്ട്. മല്ലി മേടിച്ചില്ല, ഇത് മാത്രം മേടിച്ചു കേട്ടോ. നമ്മൾ അതുകൊണ്ട് എല്ലാം കൂടെ പോയി നമ്മൾ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ മേടിച്ചേക്കുന്നത്. പിന്നെ വിളക്കണ്ണ അത് അവൻ ആദ്യം എടുത്തോണ്ട് പോയത് കണ്ടല്ലോ, പോയിട്ടുണ്ട്. ഇത്ര സാധനം നമ്മൾ മേടിച്ചപ്പോൾ 2410 രൂപയായി നമുക്ക് ഇത്ര സാധനം മേടിച്ചത്. പുറത്തുനിന്ന് മേടിക്കാൻ അതിൽ കൂടുതലാവും തോന്നുന്നു. മേടിക്കുകയാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വില കൂടുതലാണ്. മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ എന്തായാലും വില കൂടുതലാണ്. ഇത് എത്ര പോയി ചേർന്നു സപ്പോ പോയി മേടിച്ചാണ്.
വെറുതെ പോയത്. അതായത് ഞാൻ ഒരു 15 വർഷത്തിന് മേളിലായി സപ്ലൈകോ സാധനം മേടിക്കാൻ. നമ്മളെല്ലാം VCB എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത്. ബ്രാൻഡിലായിരുന്നു ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്. DCBന്റെ ഞാൻ നമ്മളുടെ കച്ചവടം ഉണ്ടായിരുന്നു, കടയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുഞ്ഞായ പിന്നെയാണ് അവരെല്ലാം നിർത്തിയത്. ഇപ്പം പിന്നെ ഒരു 2 മാസം ആയുള്ളൂ അവിടുത്തെ മേടിയിൽ ഞാൻ നിർത്തി. മറ്റേന്ന് പറഞ്ഞാൽ മാസം പോയി ചെന്നു ഒന്നിച്ച് 10,000 രൂപയുടെ സാധനം എടുക്കുമായിരുന്നു. ഇപ്പം കുറെ നാളായിട്ട് അങ്ങോട്ട് മേടിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം പോകാനായിട്ട് കുഞ്ഞുമായിട്ടുള്ള പോക്ക് നടക്കുന്നത്. ഇപ്പം 2 ദിവസം ദേവ് ഇപ്പം 2 ആഴ്ച കൂടി ഉണ്ടായിരുന്നോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മേടിക്കാൻ പോയത്. ഓരോന്നോരോന്ന് വന്ന് പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ആശാൻ വന്നോണ്ട്. എവിടെ കൊണ്ടുപോവാ പൊന്നിതേ? എവിടെ? ആണ്ട് കൊണ്ടുപോവാണ്ട്. നേരത്തെ എണ്ണ അവിടെ കിടപ്പുണ്ട്. വെക്കാൻ കൊണ്ടുപോവാ. കേശുമോനെ ഇഞ്ഞുണ്ടോ? ഇത് തരാം, ഇത് തരാം. അഞ്ഞുകൊണ്ടുവാ എന്നാ മോനെ എന്നാ. വായി വെക്കല്ലേ പൊന്നാണ്. വായി വെക്കല് ചേച്ചി. ഇതാ നല്ലത്. അത് ചേച്ചി സാധനമാണേ, എടുത്താൽ മടിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം. നിങ്ങളും ഇങ്ങനെ സപ്ലൈക്കോയിൽ പോയി മേടിക്കുവോ? നമുക്ക് പക്ഷെ ആട്ട കിട്ടിയില്ല അല്ലേ? ആട്ട തീർന്നു പോയെന്ന്. മൈദ ഇല്ലായിരുന്നു, പുട്ടുപൊടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അരിപ്പൊടി ഉണ്ടായിരുന്നോണ്ട് നമ്മള് വാങ്ങിച്ചില്ല. ഞാൻ പുട്ടുപൊടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സോപ്പൊന്നും വേണ്ട. ഗ്രീൻ പീസ് ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു, സോയ ഇല്ലായിരുന്നു. അടുത്തത് ഞങ്ങൾ വെള്ളക്കടലയുമായിട്ടാണ് ടാറ്റ പോകുന്നത്. നാളെ കറി വെച്ചേരായിരുന്നു കേട്ടോ. അയ്യോ നാളെ കറി വെച്ചേരാം. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ടോ അവിടെ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ വിശേഷങ്ങൾ, മഴയുണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ പറയണം. വീഡിയോ ഒക്കെ കാണണം. നമ്മുടെ വീഡിയോ എല്ലാം കാണണം. ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യണം. നമുക്ക് നിങ്ങളോട് ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എന്നെ സ്നേഹിക്കുന്നവരും എന്നെ അറിയാവുന്നവരും എല്ലാം എന്നെ വിളിക്കാറുണ്ട്, എന്റെ വീഡിയോ കാണാറുണ്ട്. ഞങ്ങളെ എല്ലാവരും ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ പൊന്നാരി എല്ലാവർക്കും ഇഷ്ടമാണ്. പൊന്നാങ്കട്ടയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്. പൊന്നാങ്കട്ടയും കൊണ്ട് ഞങ്ങൾ ഈ ഇതെല്ലാം എടുത്തു വെപ്പിക്കാൻ പോവാ. തല വെച്ചോണ്ട് വെക്കൂ. അവരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ചെയ്യുന്നവർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.